ഷബാസ് അഹമ്മദ് ഇപ്പോൾ ഈ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഷബാസ്, ആ ബസിന്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അപകടത്തിന്റെ വ്യാപ്തി മനസ്സിലാവുന്നുണ്ട്. മുൻഭാഗമാകെ തകർന്ന അവസ്ഥയാണ്. എന്താണ് ഇപ്പോൾ അവിടെ കാണാൻ കഴിയുന്നത്? നാട്ടുകാരോടൊക്കെ സംസാരിക്കുമ്പോൾ എന്താണ് അവർ പറയുന്നത്? ഷിയാസ്, എന്തായാലും വളരെ വലിയൊരു അപകടമാണ് കുന്നംകുളം പാറയമ്പാടത്ത് നടന്നിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 2:30 കൂടിയായിരുന്നു ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. നിയന്ത്രണം വിട്ട ബസ്സാണ് 3-4 വാഹനങ്ങളിൽ ഇടിച്ചുകൊണ്ട് ഈ അടുത്തുള്ളൊരു വീടിന്റെ മതിൽ തകർത്തുകൊണ്ട് ഇത്തരത്തിൽ ഇങ്ങനെ കയറി നിൽക്കുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് എത്രത്തോളം വേഗത ആ ബസ്സിനുണ്ടായിരുന്നു എന്നും ഒപ്പം തന്നെ ആ ബസ്സിന്റെ നിയന്ത്രണം വിട്ടത് ഏത് തരത്തിലാണ് ഇടിച്ചു നിൽക്കുന്നതെന്നും. അതായത് ഇത്രത്തോളം വലിയൊരു മതിൽ ഇടിച്ചുകൊണ്ട് ഈ വീടിന്റെ മുൻവശത്തേക്ക് കയറിക്കൊണ്ടാണ് ഈ ബസ് നിൽക്കുന്നത്. കുറ്റിപ്പുറം തൃശ്ശൂർ റൂട്ടിലോടുന്ന ബസ്സാണ്. കുറ്റിപ്പുറത്തുനിന്ന് തൃശ്ശൂരിലേക്കുള്ള യാത്രയിലായിരുന്നു. അതിനിടയിലാണ് കുന്നംകുളം പട്ടാമ്പി റൂട്ടിലെ ഈ പാറയമ്പാടത്ത് വെച്ച് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. ഈ ബസ് ഇപ്പോൾ നിൽക്കുന്ന റോഡിന്റെ മറുവശത്ത് കൂടി ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ആ മറുവശത്ത് നിന്ന് എതിർവശത്തേക്കുള്ള മതിലിലേക്കാണ് ഇടിച്ചു കയറിയിരിക്കുന്നത്. ഈ ബസ്സിനെതിരെ വന്ന 3-4 വാഹനങ്ങളിൽ, അതായത് ഒരു കാറിൽ, ഒരു വാനിൽ, ഒരു ബൈക്കിൽ, ഓട്ടോറിക്ഷ, അങ്ങനെ തുടങ്ങി നിരവധി വാഹനങ്ങളിൽ ഇടിച്ചുകൊണ്ടാണ് ഈ മതിൽ തകർത്ത് ഇവിടെ ഇപ്പോൾ ബസ് ഇടിച്ചു കുത്തി നിന്നിരിക്കുന്നത്. ഈ വാഹനങ്ങളിൽ, അതായത് ഈ ബസ് ഇടിച്ച മറ്റു വാഹനങ്ങളിലുള്ള യാത്രക്കാർക്കൊക്കെ വലിയ ഗുരുതരമായ പരിക്കുകൾ ഏറ്റിട്ടുണ്ട് എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ആ ബസ്സിന്റെ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്, മുൻവശത്തു നിന്നുള്ള ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇവിടെ നമുക്ക് ആ തൊട്ടടുത്തുള്ള ആളുകളൊക്കെ ഉണ്ട്. ഈ അപകട സമയത്ത് ഉണ്ടായിരുന്നു അവിടെ? ചേച്ചി, സൗണ്ട് കേട്ടിട്ട് ഓടി വന്നതാണ്. അപ്പോഴാണ് ആ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ബസ് വളരെ വേഗത്തിലാണ്. പൊതുവെ ഈ ഭാഗത്തു കൂടെ പോകുന്ന ബസ്സുകളൊക്കെ വളരെ വേഗത്തിലാണ്. അതിന് എന്തായാലും ഒരു ഇത് വരുത്തിയേ പറ്റുള്ളൂ. ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവിടെ ബൈക്കിൽ ആൾക്കാർ വീണ് നടക്കുന്നു. ഒരു ലേഡിയും ഒരു പുരുഷനും വീണ് നടക്കുന്നുണ്ടായിരുന്നു. അവർ ആംബുലൻസ് അപ്പോഴേക്കും എത്തി. എന്നാലും ആളുകൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിർത്തിയിരുന്നു. പിന്നെ ബാക്കിൽ അവിടെയും ആളുകളൊക്കെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും ഈ ഒരു വേഗതയ്ക്ക് എന്തെങ്കിലും ഒരു മറ്റു കാര്യങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. എത്ര വാഹനങ്ങളിലാണ് ശരിക്കും തട്ടിയത്? 4 വാഹനത്തിൽ ആള് ഉണ്ടായിരുന്നു. ചേട്ടൻ ഉണ്ടായിരുന്നു? അവിടെ ഉണ്ടായിരുന്നു? ഉണ്ട്. ഏതൊക്കെ വാഹനങ്ങളിൽ തട്ടിയത്? ഒരു സ്വിഫ്റ്റ്, ഒരു ഓട്ടോറിക്ഷ, പിന്നെ ഒരു ഈക്കോ, പിന്നെ ഒരു ബൈക്കിന്റെ മുകളിൽ 2 ആൾക്കാർക്ക് സീരിയസ് ആണ്. പിന്നെ ഈ ബൈക്ക് യാത്രക്കാർക്ക് സീരിയസ് ആണ്. അതെ, ഒരു അമ്മയും മകനാന്ന് പറഞ്ഞ കേട്ടത്. പിന്നെ ഈക്കോയിലുണ്ടായിരുന്നൊരു സ്ത്രീ പുറത്തേക്ക് തെറിച്ച് വീണിട്ടുണ്ടായിരുന്നു. ഒരു മുഖത്തൊക്കെ ചില്ല് കുത്തി കയറിയിട്ടുണ്ടായിരുന്നു. ബസ്സിലുള്ള യാത്രക്കാർക്കും പരിക്കുകളുണ്ടായിരുന്നു? മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് കൈ തട്ടിയിട്ട് ചെറിയ കുട്ടികളുണ്ടായിരുന്നു. 1 വയസ്സായിട്ടുള്ള കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കോളേജിൽ നിന്ന് വരുന്ന കുട്ടികൾ, അങ്ങനെ വയസ്സായിട്ടുള്ളവർ. ഒരു വയസ്സായിട്ടുള്ളൊരു സ്ത്രീക്ക് വോമിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. എന്താണ് അവസ്ഥ ഒന്നും അറിയില്ല. അമിത വേഗത്തിലായിരുന്നു ബസ്? ഭയങ്കര സ്പീഡ് തന്നെയായിരുന്നു. കൂടെ പോകുന്ന എല്ലാ വണ്ടികളും ഇതുപോലത്തെ വണ്ടികൾ നമ്മൾ നോർമലി ഒരു തൃശ്ശൂരിൽ നിന്ന് കുന്നംകുളത്തേക്ക് എത്താൻ അത്യാവശ്യം ടൈം എടുക്കുന്ന സമയമാണ്. ഇപ്പോൾ ഡെയിലി യാത്ര ചെയ്യുന്ന ഒരു കുട്ടിയാണ് ഇവള്. 25 മിനിറ്റിൻ്റെ ഉള്ളിൽ എത്തണമെങ്കിൽ എത്ര വേഗത്തിലായിരിക്കും ആ വണ്ടികൾ വരുന്നുണ്ടായിരിക്കാം. അതാണ് നാട്ടുകാർ പറയുന്നത് കേൾക്കുമ്പോൾ. അതായത് വലിയ വേഗത, അമിത വേഗത ഈ ബസ്സിന് ഉണ്ടായിരുന്നു എന്നാണ്. നമുക്ക് ആ റോഡിലേക്ക് പോയാൽ ഇറങ്ങിയാൽ അറിയാം ഈ ബസ് നിൽക്കുന്ന ഭാഗം എവിടെയാണെന്നുള്ളത്. അതായത് ഈ കുറ്റിപ്പുറം റൂട്ടിൽ, കുറ്റിപ്പുറം തൃശ്ശൂർ റൂട്ടിൽ ഓടുന്ന ബസ്സാണ്. കുറ്റിപ്പുറത്ത് നിന്ന് കുന്നംകുളത്തേക്ക് പോകുന്ന വഴിയാണ്. ആ പോകുന്ന വഴിയുടെ ദിശയുടെ എതിർവശത്തുള്ള മതിലിലേക്കാണ് ബസ് ഇടിച്ചു കയറി നിന്നിരിക്കുന്നത്. അതായത് എതിർവശത്തേക്ക് ഇടിച്ച് നിരവധി വാഹനങ്ങളിൽ, ബസ്സിനെതിരെ വരുന്ന 4-5 വാഹനങ്ങളിൽ ഇടിച്ചു കയറിക്കൊണ്ടാണ് ഈ ബസ് ഇപ്പോൾ നിൽക്കുന്നത്. അതായത് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഭാഗത്തുനിന്ന് വരുന്ന ബസ്സാണ്. ഈ ഭാഗത്ത് കുറ്റിപ്പുറം ഭാഗത്ത് നിന്ന് കുന്നംകുളത്തേക്ക് തൃശ്ശൂരിലേക്ക് പോകുന്ന ബസ്സാണ്. ആ ബസ്സാണ് നിയന്ത്രണം വിട്ട് റോഡിന് നടുവിലൂടെ വന്ന് എതിരെ വന്ന വാഹനങ്ങളിൽ ഇടിച്ചുകൊണ്ട് എതിർവശത്തുള്ളൊരു മതിലിലേക്ക് ഇടിച്ചു കയറി ഇത്തരത്തിൽ നിൽക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ആ ബസ്സിന്റെ മുൻവശത്തെ എത്രത്തോളം തകർന്നിട്ടുണ്ട് എന്നത്. ആ ഇടിയുടെ ആഘാതം അതിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നുണ്ട്. എന്തായാലും ഒരു ബൈക്കിൽ ഇടിച്ചു, ഒപ്പം ഒരു കാറ്, ഓട്ടോറിക്ഷ, ഒരു വാൻ തുടങ്ങിയ വാഹനങ്ങളിലാണ് ഈ ബസ് ഇടിച്ചു കയറിയിരിക്കുന്നത്. ഈ ബൈക്കിൽ സഞ്ചരിച്ച, ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിച്ച ഒരാളാണ് മരണപ്പെട്ടതെന്നൊരു വിവരം ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. എന്തായാലും ആശുപത്രിയിൽ നിന്ന് കൂടുതൽ സ്ഥിരീകരണം അക്കാര്യത്തിൽ എന്തായാലും വരേണ്ടതുണ്ട്. പക്ഷേ നിരവധി വാഹനങ്ങൾ, അതായത് 4-5 വാഹനങ്ങൾ ഇടിച്ചുകൊണ്ടൊരു ബസ് ഇത്തരത്തിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ വേഗത എത്രത്തോളം ഉണ്ടാകും എന്ന് ഊഹിക്കാവുന്നതാണ്. നാട്ടുകാരും പറയുന്നത് അത് തന്നെയാണ്. അമിത വേഗതയിലാണ് ഈ ബസ്സുകൾ ഇതുവഴി കടന്നു പോകാറ്. അത്തരത്തിലൊരു അമിത വേഗം തന്നെയാണ് ഇങ്ങനെ ഒരു അപകടത്തിന് കാരണമാക്കിയത് എന്ന് തന്നെയാണ്. കുറ്റിപ്പുറത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് പോകുന്ന ബസ്സാണ്. കുറ്റിപ്പുറം തൃശ്ശൂർ റോഡിൽ ഓടുന്ന ബസ്സാണ്. ഈ ബസ്സാണ് ഇങ്ങനെ എതിരെ വരുന്ന വാഹനങ്ങളിൽ ഇടിച്ചുകൊണ്ട് അതിന്റെ എതിർദിശയിലുള്ള ഒരു മതിലിലേക്ക് ഇടിച്ച് ആ വീടിന് മുമ്പിലേക്ക് വിദ്യാർത്ഥിനിയാണ് മരിച്ചിട്ടുള്ളത്. റിയ ഫാത്തിമ എന്നാണ് ആ വിദ്യാർത്ഥിനിയുടെ പേര്. വിദ്യാർത്ഥിനെ കുറിച്ച് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ നമുക്കുണ്ടോ? ഏത് സ്കൂളിലാണ്, എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ഏത് വാഹനത്തിലാണ് ഈ റിയ ഫാത്തിമ ഉണ്ടായിരുന്നത്?
ഷിയാസ്, അക്കാര്യങ്ങളിൽ കൂടുതൽ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. നാട്ടുകാർ പറയുന്നത് പ്രകാരം ഇരുചക്ര വാഹനത്തിൽ ഉണ്ടായിരുന്നവർക്ക് ഗുരുതരമായ പരിക്കുകൾ ഉണ്ടായിരുന്നു. അതിൽ ചിലർ മരിച്ചു എന്നൊരു വിവരം നാട്ടുകാർ പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ അക്കാര്യത്തിൽ ആശുപത്രിയിൽ നിന്ന് സ്ഥിരീകരണം വരേണ്ടതുണ്ട്. എന്തായാലും കാർ യാത്രികയായ ഒരു കുട്ടി മരിച്ചു, റിയ ഫാത്തിമ എന്നൊരു വിദ്യാർത്ഥിനി മരിച്ചു എന്നുള്ള വിവരമാണ് ആശുപത്രിയിൽ നിന്ന് നിലവിൽ ലഭിക്കുന്നത്. പക്ഷേ കൂടുതൽ ആളുകൾക്ക് ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. കാരണം ഇരുചക്ര വാഹനത്തിലുള്ള ആളുകൾക്ക് ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വാനിൽ നിന്ന് ഒരു സ്ത്രീ പുറത്തേക്ക് തെറിച്ചു വീണു എന്നതടക്കം ദൃക്സാക്ഷികൾ ഇപ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പരിക്കുകൾ ഗുരുതരമാണ്. ഏകദേശം 10ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നൊരു വിവരമാണ് നാട്ടുകാർ പങ്കുവെക്കുന്നത്. എല്ലാവരെയും അടുത്തുള്ള സ്വകാര്യ ആശുപത്രികളിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ബസ്സിന്റെ അമിത വേഗം തന്നെയാണ് ഇത്തരത്തിലൊരു അപകടത്തിന് കാരണമാക്കിയത് എന്ന് തന്നെയാണ് നാട്ടുകാരും ഇവിടെ രക്ഷാപ്രവർത്തനത്തിലുണ്ടായിരുന്നവരും ഈ ദൃക്സാക്ഷികളും ഒക്കെ പറയുന്നത്. സ്ഥിരമായ ഇത്തരത്തിൽ ഈ തൃശ്ശൂർ കുന്നംകുളം റൂട്ടുകളിലൂടെ പോകുന്ന ബസ്സുകൾ അമിത വേഗത്തിലാണ് പോകാറുള്ളത്. അത് തന്നെയാണ് ഇത്തരത്തിലൊരു അപകടത്തിന് ഇടയാക്കിയത് എന്നാണ് പറയുന്നത്. നമുക്ക് ആ CCTV ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, റോഡിന് നടുവിലൂടെയാണ് ബസ് പാഞ്ഞു വരുന്നത്. അതെതിരെ വന്ന വാഹനങ്ങളിൽ തുടരെ ഇടിച്ചുകൊണ്ട് ഈ തൊട്ടടുത്തുണ്ടായിരുന്ന ഓപ്പോസിറ്റ് വശത്തേക്കുണ്ടായിരുന്ന മതിലിലേക്ക് ഇടിച്ചു കയറി ഇങ്ങനെ നിൽക്കുകയാണ് ഉണ്ടായത്. ബസ്സിന്റെ ഡ്രൈവർക്കടക്കം പരിക്കുണ്ട് എന്നാണ് നിലവിൽ മനസ്സിലാകുന്നത്. പക്ഷേ ബസ് യാത്രികർക്ക് അധികം വലിയ പരിക്കില്ല എന്നാണ് ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത ആളുകൾ പറയുന്നത്. കൂടുതലായും ആ ഇരുചക്ര വാഹനങ്ങളിൽ സഞ്ചരിച്ച 2 പേർക്കും ഒപ്പം തന്നെ ആ വാനിൽ ഉണ്ടായിരുന്ന 2 പേർക്കടക്കമാണ് വലിയ പരിക്കുകൾ ഉണ്ടായിട്ടുള്ളത്. അവരൊക്കെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ആശുപത്രിയിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ഇനി വരേണ്ടതുണ്ട്. കാരണം ആളുകൾക്ക് 2-3 പേർക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. ഇവരൊക്കെ എത്രയും വേഗം തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞോ? നാട്ടുകാരെല്ലാവരും കൂടി ഓടിക്കൂടിയാണോ ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്? തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ തന്നെയാണോ ഇവരിപ്പോൾ ചികിത്സയിലുള്ളത്? ഷിയാസ്, തീർച്ചയായും തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രികളിൽ തന്നെയാണ് ഇവരിപ്പോൾ ചികിത്സയിലുള്ളത്. ഇവിടെ തൊട്ടടുത്ത് തന്നെ ആംബുലൻസ് സൗകര്യവും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ അപകടം നടന്ന ഉടൻ തന്നെ നാട്ടുകാരും തൊട്ടടുത്ത് പെട്രോൾ പമ്പിൽ ഉണ്ടായിരുന്ന ജീവനക്കാരും ഒക്കെ ഇങ്ങോട്ടേക്ക് ഓടിയെത്തിക്കൊണ്ട് ഇവരൊക്കെ രക്ഷാപ്രവർത്തനം നടത്തി ആശുപത്രിയിലേക്ക് എത്തിച്ചു എന്നാണ് പറയുന്നത്. 10ലധികം പേർക്ക് പരിക്കുണ്ട് എന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകൾ പറയുന്നത്. അതിലേറ്റവും പ്രധാനമായത് ആ ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിച്ച 2 പേരാണ്. ഒരു അമ്മയും മകനുമാണ് എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അവർ ആ ഇരുചക്ര വാഹനത്തിൽ ഉണ്ടായിരുന്ന 2 പേർക്കാണ് ഏറ്റവും ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത്. കാരണം ബസ് അവർക്കിടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഒപ്പം തന്നെ ആ വാനിൽ നിന്ന് ഒരു സ്ത്രീ പുറത്തേക്ക് തെറിച്ച് വീണിരുന്നു എന്നും ഈ ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. പിന്നെ മറ്റു വാഹനങ്ങൾ കാറിലുണ്ടായിരുന്നവർക്കടക്കം പരിക്കുകളേറ്റിട്ടുണ്ട്. അവർക്കൊക്കെ ഗുരുതരമായ പരിക്കുകളാണ് എന്നാണ് പറയുന്നത്. 10ലധികം പേർക്ക് പരിക്കുണ്ട്. അതിൽ 3 പേരുടെ നില ഗുരുതരമായി തന്നെ ഉണ്ട് എന്നാണ് നിലവിൽ മനസ്സിലാകുന്നത്. ഇപ്പോൾ എന്തായാലും ആ വാഹനങ്ങൾ, ഈ ബസ് ഇടിച്ചു തെറിപ്പിച്ച വാഹനങ്ങൾ, കാറും വാനും അടക്കമുള്ള വാഹനങ്ങൾ ഇവിടെ നിന്ന് പോലീസ് എത്തി മാറ്റിയിട്ടുണ്ട്. റോഡിലെ ഗതാഗതം സുഗമമാക്കുന്നതിന് ഭാഗമായിക്കൊണ്ട് ആ വാഹനങ്ങൾ മാറ്റിയിട്ടുണ്ട്. ബസ് ഇപ്പോൾ പൂർണ്ണമായും ഈ മതിലിന് മുമ്പിലേക്ക് ഇടിച്ചു കയറി നിൽക്കുന്ന നിലയിലാണുള്ളത്. അതായത് പൂർണ്ണമായും മുമ്പിലുള്ള വീട്ടിലേക്ക് ഇടിച്ചു കയറിക്കൊണ്ട് നിൽക്കുന്ന നിലയിലാണ്. ആ ബസ്സിന്റെ മുൻവശങ്ങളിൽ പുറത്തു വന്നപ്പോൾ തന്നെ, അതുമാത്രമല്ല ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു തത്സമയ ദൃശ്യങ്ങൾ, ഈ 2 ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. ആ മുൻഭാഗം ഇടിച്ചു തകർന്നു പോയിട്ടുണ്ട്. അകത്തേക്ക് വലിയ തോതിൽ ആ ബസ്സിന്റെ ഉള്ളിലേക്ക് തന്നെ ആഘാതം ഏൽക്കുന്ന തരത്തിൽ. അപ്പോൾ അമിത വേഗതയാണ് പ്രശ്നം, അത് മാത്രമാണ് പ്രശ്നം, അല്ലേ ഷിബാസ്? തീർച്ചയായും ഇവിടെയുള്ള നാട്ടുകാർ പറയുന്നത് അത് തന്നെയാണ്. അമിത വേഗം ഇവിടെയുള്ള ബസ്സുകളുടെ ശീലമാണ്. സ്ഥിരമായി ഇത്തരത്തിൽ അമിത വേഗതയിൽ പോകുന്ന ബസ്സുകളാണ്. അവർ തന്നെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാക്കുന്നത്. അത് തന്നെയാണ് അപകടത്തിന് കാരണമെന്നാണ് പറയുന്നത്. ചേട്ടാ, എവിടെയുള്ളതാണ്? അതെ ഈ ബസ്സുകൾ അമിത വേഗതയാണ്. മറ്റേ തൃശ്ശൂർ കോഴിക്കോട് ബസ്സൊക്കെ ഭയങ്കര വേഗതയാണ്. ഞങ്ങൾക്ക് ഇവിടെ ബൈക്കുകാർക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ്. സ്ഥിരമായി ഇങ്ങനെ അപകടം ഉണ്ടാവാറുണ്ട്. ഏത് ചെറുവാഹനങ്ങൾക്കൊന്നും അവർ കണ്ടു കാണില്ല. ഉടൻ അവർ ഇടിച്ച് കയറ്റി പോവാറാണ് പതിവ്. അതാണ് ഷിയാസ്, ഇവിടെയുള്ള നാട്ടുകാർ പറയുന്നത് നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം. അവർ ഇരുചക്ര വാഹനങ്ങൾക്ക് നിരത്തുകളിലൂടെ പോകാൻ വലിയ ഭയമാണ്. അത്തരത്തിലുള്ള ഭയം ഇരുചക്ര വാഹനങ്ങൾക്ക് തോന്നിപ്പിക്കും വിധത്തിലാണ് ഈ റൂട്ടിൽ ഓടുന്ന കുന്നംകുളം ഭാഗത്ത് കൂടെ ഓടുന്ന ബസ്സുകൾ, അതായത് തൃശ്ശൂർ കോഴിക്കോട്, തൃശ്ശൂർ കുറ്റിപ്പുറം റൂട്ടിലൊക്കെ ഓടുന്ന ബസ്സുകൾ പോകുന്നത് എന്നാണ് ഈ നാട്ടുകാർ പറയുന്നത്. അവർക്ക് റോഡിലേക്ക് ഇറങ്ങാൻ തന്നെ പേടിയാകും. എന്തായാലും റോഡിന്റെ വീതി വളരെ കുറവാണ് ഈ ഭാഗത്ത്. അതിനാൽ 2 വാഹനങ്ങൾക്ക് കഷ്ടിച്ച് പോകാനുള്ള വീതി മാത്രമാണുള്ളത്. അപ്പോൾ ഏതെങ്കിലും വാഹനം അമിത വേഗത്തിൽ ബസ്സൊക്കെ ഓവർടേക്ക് ചെയ്ത് വരുന്നത് കാണുമ്പോൾ തന്നെ വലിയ ഭയം ഉണ്ടാക്കും. അതിനാൽ ഇരുചക്ര വാഹനങ്ങൾ വളരെ ഭയന്നുകൊണ്ടാണ് റൂട്ടിലേക്ക് ഇറങ്ങുന്നത് എന്നൊരു വിവരമാണ് നാട്ടുകാരടക്കം പങ്കുവെക്കുന്നത്. എന്തായാലും ഇത്തരത്തിലൊരു അപകടത്തിന് കാരണം ആ ബസ്സിന്റെ അമിത വേഗതയാണ് എന്ന് തന്നെയുള്ളതിൽ നാട്ടുകാർ ഉറപ്പിച്ച് പറയുകയാണ്. എന്തായാലും വലിയൊരു അപകടമാണ് കുന്നംകുളത്ത് നടന്നിരിക്കുന്നത്. തൃശ്ശൂർ കുന്നംകുളം പാറയമ്പാടത്ത് നിയന്ത്രണം വിട്ടൊരു സ്വകാര്യ ബസ് നിരവധി വാഹനങ്ങളിൽ ഇടിച്ചുണ്ടായ ഒരു അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളും ആ അപകടത്തിന്റെ ഇപ്പോഴത്തെ തത്സമയ ദൃശ്യവുമാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന. ഒരു